Okay, let's go. ഹേ ഗൈസ്, വെൽക്കം ടു മൈ ഫസ്റ്റ് വ്ളോഗ്. ഞാനിന്ന് എൻ്റെ കുറച്ച് ചൈനീസ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു വെയർ ഹൗസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ ചേട്ടനാണ് നമ്മളിന്ന് ഇവിടുന്ന് പിക്ക് ചെയ്ത് അവരെ വെയർ ഹൗസിൽ കൊണ്ടുവന്നത്. പുള്ളിക്ക് ഇവിടെ ചൈനയിൽ പലയിടത്തുമായിട്ട് ഒരുപാട് വെയർ ഹൗസുകളുണ്ട്. അതിലൊരു വെയർ ഹൗസാണ് നമ്മളിന്ന് പുള്ളി കാണിക്കാൻ കൊണ്ടുവന്നത്. നമ്മളിന്ന് വിസിറ്റ് ചെയ്യുന്നത് ഒരു ഷൂസിൻ്റെ വെയർ ഹൗസാണ്. പ്രീമിയം ഒറിജിനൽ ഷൂസാണെന്നാണ് ഇവർ പറഞ്ഞത്. അതായത് പ്യൂമ, അഡിഡാസ്, ലീനിങ് ബ്രാൻഡുകളാണ് ഇവർ കൂടുതൽ ഡീൽ ചെയ്യുന്നത്. ചൈനയിൽ നിന്ന് പ്രൊഡക്ട്സ് ഇമ്പോർട്ട് ചെയ്തിട്ട് ബിസിനസ് ചെയ്യാൻ പ്ലാനുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോ ഒന്ന് പഠിക്കാനുണ്ടാവും. ഇതാണ് ഇവരുടെ വെയർ ഹൗസ്. വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെയല്ല, കുറച്ച് വലിയ ഒരു പ്രോപ്പർട്ടിയാണ്. ഈ വെയർ ഹൗസിൽ നിന്നാണ് ഇവരുടെ ഈ പ്രൊവിൻസിലുള്ള ബിസിനസ്സൊക്കെ ഇവർ ഷിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വെയർ ഹൗസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഒരു വലിയ ഒരു സ്റ്റോക്കിങ് തന്നെയാണ് ഇവരിവിടെ ചെയ്തേക്കുന്നത്. നൈക്ക്, പ്യൂമ, അഡിഡാസ്, അങ്ങനെ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ഇതിൻ്റെ എല്ലാം ജെനുവിനായിട്ടുള്ള പ്രൊഡക്ട്സ് ആണെന്നാണ് ഈ ചേട്ടൻ പറഞ്ഞത് നമ്മളോട്. പ്രീമിയം ബ്രാൻഡ്സിൻ്റെ നമ്മൾ ഇന്ത്യയിൽ കാണാത്ത ഒരുപാട് മോഡൽസ് ഇവരുടെ വെയർ ഹൗസിൽ അവൈലബിൾ ആണ്. ഇവിടെ നിന്നുകൊണ്ടാണ് ഇവർ ചൈനയിലെ ഓരോ പ്രൊവിൻസിലേക്കും ഇവർക്ക് കിട്ടുന്ന ഓൺലൈൻ ഓർഡേഴ്സ് ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ അകത്ത് തന്നെ പാക്കിങ്ങും ക്വാളിറ്റി ചെക്കിങ്ങും അങ്ങനെ ഒരുപാട് സെക്ഷൻസ് ആയിട്ടാണ് ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റാത്തത്ര കളക്ഷൻ ഇവരുടെ ഈ വെയർ ഹൗസിൽ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ചേട്ടനാണ് ഈ വെയർ ഹൗസ് മാനേജ് ചെയ്യുന്നത്. പുള്ളി നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും എടുത്തു തരാനും കാണിച്ചു തരാനൊക്കെ. ഈ പ്രോപ്പർട്ടിയിൽ നിന്നിട്ടാണ് ഈ എൻറ്റയർ പ്രൊവിൻസിൽ ഇവരുടെ ഓപ്പറേഷൻസ് ഇവർ മാനേജ് ചെയ്യുന്നത്. ഇവരുടെ സ്റ്റോക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സെയിം ഷൂസിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ്, ഡിഫറെൻറ്റ് പാറ്റേൺസ്, ഡിഫറെൻറ്റ് സൈസ്, എല്ലാ മോഡലും ഇവരിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചോദിക്കുന്ന മോഡൽ നമ്മുടെ മാനേജറേട്ടൻ നമുക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ തപ്പിയെടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു തരും. ഈ നൈക്ക് KD60 കളർ കണ്ടോ, വെറൈറ്റി അല്ലേ? നൈക്കിൻ്റെ ACG മൗണ്ടൻ ഫ്ലൈ 2 എന്ന് പറഞ്ഞൊരു മോഡലാണിത്. ഇത് ശരിക്കും ഒരു ഓൾ ടെറൈൻ ഷൂ ആണ്. ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് മോഡലുകൾ ഇവരുടെ അടുത്തുണ്ട്. നമ്മൾ ഇന്ത്യയിലാണ് യൂഷ്വലി കാണാത്ത മോഡലുകൾ.
അതേപോലെ തന്നെ നൈക്കിയുടെ പെഗാസസ് 40, അഡിഡാസിൻ്റെ AE1 ഒക്കെ ഉണ്ട് ഇവിടെ. ഏത് മോഡൽ വേണം ഇതെല്ലാം നമ്മുടെ മാനേജറേട്ടൻ നമുക്ക് എവിടെന്നെങ്കിലും മുങ്ങിത്തപ്പി എടുത്തു തരും. അതാണ് ഈ വെയർ ഹൗസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നൈക്കിയുടെ എയർ മാക്സ് ഉണ്ട്, പിന്നെ ന്യൂ ബാലൻസ് ഉണ്ട്. എല്ലാ ബ്രാൻഡുകളുടെയും ഒരുവിധം ലീഡിങ് ആയിട്ടുള്ള എല്ലാ മോഡൽസും ഇവരുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. വെയർ ഹൗസിൻ്റെ ഈ ഒരു ഏരിയയിലായിട്ടാണ് ഇവർ മാനുഫാക്ചറിങ് ഡിഫക്റ്റുള്ള പ്രൊഡക്ട്സ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെയാണ് ഈ ടേബിളിലിരിക്കുന്നത്. പിന്നെ എയർ ജോർദാൻ ഉണ്ട്. എയർ ജോർദാൻ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. നമ്മൾ ഇതുവരെ കാണാത്ത കളർ സ്കീമിലുള്ള എയർ ജോർദാനൊക്കെ ഇവരുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അഡിഡാസിൻ്റെ SL2 പോലത്തെ ഒരുപാട് റണ്ണിങ് ഷൂസും ഇവരുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. ഈ ജോർദാനൊക്കെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രൈസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള മോഡൽസാണ്. ഇവിടെ കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറവാണ്. ഒരു സ്നീക്കർ ഹെഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഈ വെയർ ഹൗസിൽ നിന്ന് പോകത്തില്ല. അതിന് മാത്രം കളക്ഷൻസ് ഉണ്ട് ഇവരുടെ അടുത്ത്. ആ കളക്ഷൻസൊക്കെ കണ്ടു തീരാൻ തന്നെ ഒരു ദിവസം എടുക്കും. മാനേജർ ബ്രോ ആണെങ്കിൽ നമ്മൾ മൊബൈലിൽ കാണിക്കുന്ന എല്ലാ മോഡലും എടുത്ത് കാണിക്കാനുള്ള തിരക്കിലാണ് അവിടെ. പുള്ളി നമ്മൾ ഏത് ഷൂവിൻ്റെ ഫോട്ടോ കാണിച്ചാലും അത് പുള്ളി പൊക്കി എടുത്ത് കൊണ്ടുവന്ന് തരും.
നൈക്കിയുടെ ഒരു ഫുട്ബോൾ ഷൂസാണിത്. ഇവിടെ കുറച്ച് ഫുട്ബോൾ ഷൂസും വെയർ ഹൗസിൽ സ്റ്റോക്ക് ഉണ്ട്. ഇവിടെ ചൈനയിൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഷൂ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ ഏജ് വൈസ് നോക്കിയാലും പ്രായമുള്ള ആൾക്കാരാണെങ്കിലും യങ്സ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാവരും ഷൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ വെതർ കണ്ടീഷൻസ് അനുസരിച്ച് ഇവർ ഷൂസ് മാറ്റും. ഓരോ വെതറിന് യൂസ് ചെയ്യാൻ പറ്റിയ ഷൂസ് യൂസ് ചെയ്യും. അത് നമുക്ക് ചൈനയിൽ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും. ഒരുവിധം ബ്രാൻഡ്സൊക്കെ കവറായി കഴിഞ്ഞപ്പോൾ നമുക്കിതേ ലീനിങ് ബ്രാൻഡിൻ്റെ കുറച്ച് റണ്ണിങ് ഷൂസ് കിട്ടിയിട്ടുണ്ട്. ഇവരുടെ അടുത്ത് ലീനിങ്ങും ഒരുപാട് മോഡൽസ് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അത് ഡിഫറെൻറ്റ് കളേഴ്സിലുണ്ട്, ഡിഫറെൻറ്റ് സൈസസും അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ ലീനിങ്ങിൻ്റെ കുറച്ച് ബാസ്കറ്റ് ബോൾ ഷൂസ് കണ്ടു. ഇതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്ത് നോക്കിയാൽ മതി. ഇത്ര ലൈറ്റ് വെയ്റ്റും ആണ്. ഡീറ്റെയിലിങ്ങിനെ പറ്റി പ്രത്യേകിച്ച് പറയണ്ടല്ലോ, പക്ക പെർഫെക്റ്റാണ്. ഏത് പാർട്ട് നോക്കിയാലും, ഇപ്പോൾ വേസ്റ്റിങ് നോക്കിയാലും ഫിഷ് നോക്കിയാലും എല്ലാം അടിപൊളിയാണ്. ഇപ്പം നൈക്കിൻ്റെ ഒരു എയർ കണ്ടു. ഇതൊക്കെ കണ്ടോ, ലൈറ്റ് വെയ്റ്റും ആണ്. ലുക്ക് വൈസ് നോക്കിയാലും സംഭവം അടിപൊളിയാണ്. ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്നറിയില്ല. നേരിട്ട് കാണുമ്പോൾ ഇതെല്ലാം പെർഫെക്റ്റാണ്. പിന്നെ MLB ഉണ്ട്. MLB ഇത്ര നേരം കണ്ടിട്ടുണ്ടായിരുന്നില്ല. MLBയുടെ ഫസ്റ്റത്തെ മോഡലാണിത്.
ഓഹ് അങ്ങനെ അവസാനം ഷൂസ് എല്ലാം കണ്ട് നമ്മളിതേ ചേട്ടന്മാരോട് ഒരു ചായ കുടിക്കാൻ വന്നേക്കുവാണ്. ഒരു ഒതൻറ്റിക് ചൈനീസ് ടീ ആണ് നമുക്ക് ചേട്ടന്മാർ തന്നേക്കുന്നത്. ഇവിടുത്തെ ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഷുഗർ ആഡ് ചെയ്യത്തില്ല, ബട്ട് ടേസ്റ്റ് സോ ഗുഡ്. അങ്ങനെ ചായ കുടിയും സംസാരവും എല്ലാം കഴിഞ്ഞ് നമ്മുടെ മാനേജറിനോട് ബൈ പറഞ്ഞ് അവിടെ നമ്മൾ ഇറങ്ങാണ് ഗൈസ്. അറ്റ് ലാസ്റ്റ് ഒരു 30 മിനിറ്റ്സ് റൈഡ് കഴിഞ്ഞ് നമ്മൾ യൂണിവേഴ്സിറ്റി തിരിച്ചെത്തി. അങ്ങനെ ചേട്ടന്മാരോട് ബൈ പറഞ്ഞു തിരിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് കയറി. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.